ഹലോ ഡിയർ ആസ്പിറൻസ്, വെൽക്കം ടു സൈലം SSC RRB. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10 റൂൾസ് അല്ലെങ്കിൽ തിയറംസ് ആണ്. നിങ്ങൾ ഇത്രയും റൂൾസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സർക്കിൾസിന്റെ എല്ലാ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്കറിയാം, ഈ ഒരു എക്സാം ഏത് എക്സാം എടുത്ത് നോക്കുകയാണെങ്കിലും അതിലെല്ലാ ഷിഫ്റ്റിലും ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സർക്കിളിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പലർക്കും പല കൺഫ്യൂഷൻസും ഉണ്ടാവാം. എന്നാൽ ഈ ഒരു സെക്ഷനോട് കൂടെ നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് സെറ്റായിട്ടാണ് മാറാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ തിയറംസ് അല്ലെങ്കിൽ റൂൾസിലോട്ട് കടക്കുന്നതിന് മുന്നേ ഒരു സർക്കിളായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ടേംസും നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ, സർക്കിൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കേർവിനെയാണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള ഒന്നിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വളഞ്ഞു വന്ന് അവിടെ തന്നെ വന്ന് അവസാനിക്കുന്ന ഒരു ക്ലോസ്ഡ് കേർവിനെയാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഇനി സർക്കിളിന്റെ ഫസ്റ്റത്തെ ടേം നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ. ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതിന്റെ ബൗണ്ടറി തന്നെയാണ് അല്ലേ. ആ പറഞ്ഞിരിക്കുന്ന കേർവ്ഡ് ആയിട്ടുള്ള ഷേപ്പിന്റെ ബൗണ്ടറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെന്റർ ഓഫ് ദ സർക്കിൾ. എന്താണ് സെന്റർ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ? വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു സർക്കിൾ വരയ്ക്കുന്നതിന് ആസ്ഥാനമാക്കി ഒരു ബിന്ദു ആധാരമാക്കിയിട്ടാണ് അല്ലേ, ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുന്നത്. ആ പോയിന്റിനെയാണ് ഇതിന്റെ സെന്റർ എന്നുള്ളത് നമ്മൾ കൊടുക്കാറുള്ളത്. ആ സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കേർവ് വരച്ചിരിക്കുന്നത്. അതായത് സർക്കിളിന്റെ സെന്ററിൽ നിന്നും നമ്മൾ സർക്കംഫറൻസിലോട്ട് ഒരു ലൈൻ ഏത് ഭാഗത്തോട്ട് വരച്ചാലും ആ എല്ലാ ലൈൻസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു ലൈൻ സെഗ്മെന്റും ഈ ഒരു ലൈൻ സെഗ്മെന്റും ഈ ഒരു ലൈൻ സെഗ്മെന്റും എന്താണ്, ഈക്വൽ ലെങ്ത് ആയിരിക്കും. ആ ഈക്വൽ ലെങ്ത്തിന് പറയുന്ന പേരാണ് നമ്മുടെ അടുത്ത ടേം ആയിട്ടുള്ള റേഡിയസ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത് എന്താണ്, ഒരു സെന്ററും റേഡിയസും വെച്ചിട്ടാണ് അല്ലേ. അതായത് ഒരു പോയിന്റിൽ നിന്നും ഈ റേഡിയസ് ലെങ്ത് ആയിട്ട് വരുന്ന രീതിയിൽ, ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ വരയ്ക്കുന്ന ക്ലോസ്ഡ് കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സർക്കിൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ റേഡിയസ് എന്തായിരിക്കും, നമ്മൾ സെൻട്രലിൽ നിന്നും സർക്കംഫറൻസിലോട്ട് വരയ്ക്കുന്ന ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും. എങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും അത് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് റേഡിയസ് 6, ഇതും റേഡിയസ് 6, ഇതും റേഡിയസ് 6 ആണെന്ന് പറയാൻ പറ്റും. എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഡയമീറ്റർ അല്ലെ. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസ് എന്ന് പറയുന്നത് സർക്കിളിന്റെ സെന്ററിൽ നിന്നും സർക്കംഫറൻസിലോട്ട് വരയ്ക്കുന്ന ലെങ്ത് ആണെങ്കിൽ, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നീട്ടി വരച്ച് നമ്മൾ സർക്കിളിന്റെ അപ്പുറത്തെ സൈഡിലോട്ടും കൂടെ കൊണ്ടുപോയാൽ വേറൊന്നുമല്ല, സർക്കിളിന്റെ 2 പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് സർക്കിളിന്റെ സെന്ററിലൂടെ നമ്മൾ വരയ്ക്കുന്ന, സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന രീതിയിൽ ഒരു പോയിന്റിൽ നിന്നും തുടങ്ങി അതിന്റെ സെന്ററിലൂടെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പോയിന്റിലോട്ട് വരയ്ക്കുന്ന നമ്മുടെ ലെങ്തിനെയാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ഡയമീറ്റർ വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഇത് റേഡിയസ് ആണ് അല്ലേ, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, ഇത് രണ്ടും റേഡിയസ് ആണ്. ഇത് ടോട്ടൽ എന്താണ്, ഡയമീറ്റർ ആണ്, ടോട്ടൽ ഡയമീറ്റർ ആണ്. അതായത് ഡയമീറ്റർ D ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാം നമുക്ക്, 2 ഇൻറ്റു റേഡിയസ് എന്ന് നമുക്ക് അറിയുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. റേഡിയസിന്റെ ഡബിൾ ആണ് എന്ത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് കോഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. എന്താണ് കോഡ് എന്ന് പറഞ്ഞാൽ, കോഡും ഡയമീറ്ററും തമ്മിലൊരു സാമ്യമുണ്ട് അല്ലെങ്കിൽ ഒരു സെയിം പ്രോപ്പർട്ടി ഉണ്ട്. അതെന്താന്ന് പറയാം. അതായത് ഡയമീറ്റർ നമ്മൾ പറഞ്ഞത് 2 പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് സെന്ററിലൂടെ കടന്നു പോകുന്ന, ആ സെന്ററിലൂടെ എന്ന് പറയുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, കോഡായി. അതായത് സർക്കിളിന്റെ ഏതെങ്കിലും 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ്, ഏത് രണ്ടും, സർക്കിളിലെ സർക്കംഫറൻസിലുള്ള ഏതെങ്കിലും 2 പോയിന്റിനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, തൊട്ടടുത്തുള്ളത് ഇങ്ങനെ നമുക്ക് അങ്ങനെ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. പക്ഷെ 2 പോയിന്റിനെ കണക്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, 2 പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതായിരിക്കണം. അതാണ് എന്തെന്ന് പറയുന്നത്, കോഡ് എന്ന് പറയുന്നത്. അപ്പം കോഡും ഡയമീറ്ററും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഡയമീറ്റർ എന്ന് പറയുന്നതും എന്താണ്, കോഡാണ്. കാരണം കോഡിന്റെ പ്രോപ്പർട്ടി എന്തേ ഉള്ളൂ, 2 പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കണം എന്നേ ഉള്ളൂ. ഡയമീറ്ററിന്റെ പ്രോപ്പർട്ടി എന്താ പറഞ്ഞത്, 2 പോയിന്റിനെ കണക്ട് ചെയ്ത് സെന്ററിലൂടെ കടന്നു പോകുന്ന രീതിയിൽ വരയ്ക്കണം.
അപ്പം ഡയമീറ്റർ എന്ന് പറയുന്നത് ഒരു കോഡ് തന്നെയാണ്, വെറും കോഡല്ല. ഒരു സർക്കിളിന്റെ ഏറ്റവും നീളം കൂടിയ കോഡാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ലോങ്സ്റ്റ് കോഡ് ഇൻ എ സർക്കിൾ എന്ന് നമുക്ക് എന്ത് വിളിക്കാം, ഈ ഡയമീറ്ററിനെ വിളിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെന്റർ പറഞ്ഞു, റേഡിയസ് പറഞ്ഞു, ഡയമീറ്റർ പറഞ്ഞു, കോഡ് പറഞ്ഞു, ആൻഡ് ഓൾസോ സർക്കംഫറൻസ് പറഞ്ഞു. അടുത്തത് നെക്സ്റ്റ് ആർക്കാണ്. ആർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ ഉണ്ടല്ലോ സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള 2 പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള 2 പോയിന്റ്സിനെ കണക്ട് ചെയ്ത് നമ്മൾ ഉള്ളിലൂടെ ഒരു വര വരച്ചാൽ അതെന്തായി, കോഡായി. സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള 2 പോയിന്റിനെ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പുറത്തൂടെ ഈ ഒരു സർക്കംഫറൻസിലൂടെ ഒരു കേർവ് വരച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത്, ആർക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് ആർക്ക് എന്നുള്ളത്. അപ്പം ആർക്ക് എന്താണ്, സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള 2 പോയിന്റിനെ കണക്ട് ചെയ്ത്, സർക്കിളിന്റെ ഉള്ളിലൂടെയല്ല, ഉള്ളിലൂടെ 2 പോയിന്റിനെ കണക്ട് ചെയ്ത് വരച്ചാൽ അതെന്താണ്, ഇതിനെ നമ്മൾ പറയുന്നത് കോഡാണെങ്കിൽ, ഇതിനെ നമ്മൾ കോഡ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ സർക്കംഫറൻസിലൂടെ കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ, സർക്കംഫറൻസിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇയാളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ആർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ആർക്ക് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് സെക്ടർ ആണ്. സെക്ടർ, ആർക്കും സെക്ടറും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ആർക്ക് പറഞ്ഞു അല്ലേ, ഇതേ ആർക്കിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. ഇവിടെ ആർക്ക് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസിൽ മാത്രമാണ് ഉള്ളത്, അതായത് അതിന്റെ ബൗണ്ടറിയിൽ മാത്രമുള്ള ഒരു കഷ്ണം അല്ലേ, സർക്കിളിന്റെ ഒരു കഷ്ണമാണ് ആർക്ക്. പക്ഷെ എവിടെയാണ്, സർക്കംഫറൻസിൽ മാത്രമാണ്. അതിനെ ഏരിയയിലോട്ടും കൊണ്ടുവന്നാലോ, അതായത് ഇപ്പം നിങ്ങളൊരു വള ആലോചിച്ച് നോക്കിക്കേ, ഒരു വള, ആ വള നമ്മൾ കഷ്ണം വള ഇങ്ങനെ നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വളക്കഷ്ണം ഫോം ചെയ്യും അല്ലേ, അതെന്താണ്, ആർക്കാണ്. നേരെ മറിച്ച് ഒരു പിസ്സ അല്ലെങ്കിൽ ഒരു കേക്കൊക്കെ വിചാരിക്കാം, ആ കേക്ക് നമ്മൾ മുറിക്കുമ്പോൾ എവിടെയാണ് മുറിക്കുന്നത്, ഏരിയയിലാണ്, അതിന്റെ ബൗണ്ടറിയിലല്ല. അങ്ങനെ ഏരിയയിൽ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത്, സെക്ടർ. ആർക്ക് എന്ന് പറയുന്നത് ബൗണ്ടറി അല്ലെങ്കിൽ സർക്കംഫറൻസിലാണെങ്കിൽ നമ്മുടെ സെക്ടർ എന്ന് പറയുന്നത് എവിടെയാണ്, ആ ഏരിയയിൽ ഉൾവശം കൂടെ വരുന്ന രീതിയിൽ, ആ സർക്കിളിന്റെ ആ ഒരു ഏരിയയുടെ കഷ്ണമാണെന്ത്, സെക്ടർ എന്നുള്ളത്. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആർക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു. 2 റേഡിയസ് ഉപയോഗിച്ചിട്ട് സെൻറ്ററുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി, ഇതാണ് സെക്ടർ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇതേ സെക്ടറിനെ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചതാണ് കേട്ടോ, അതൊരു ഏരിയ പോർഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെക്ടറും ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് 2 പോയിന്റുകളാണ്. 2 പോയിന്റുകൾ ഇവിടെ നമ്മൾ വരച്ചാൽ എന്തായി, അത് ആർക്കായി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരച്ചാൽ എന്തായി, അത് കോഡായി. ഇനി അതിനെങ്ങോട്ടേക്കും കൂടെ കണക്ട് ചെയ്തായി ഫുള്ള് ഷെയ്ഡഡ് റീജിയൻ എന്തായി, അതൊരു സെക്ടറായി. എന്നാൽ 2 പോയിന്റിനെ കണക്ട് ചെയ്ത് നമുക്ക് ഒരു സെക്ടർ അല്ല, ഒരു സർക്കിളിൽ 2 സെക്ടർ വരയ്ക്കാൻ സാധിക്കും. കണ്ടോ, അതിൽ വലിയൊരു സെക്ടറും പിന്നെ നമ്മൾ നേരത്തെ വരച്ച കുഞ്ഞി സെക്ടറും. ആ വലിയ സെക്ടറിനെ വിളിക്കുന്ന പേരാണെന്ത്, മേജർ സെക്ടർ. മേജർ സെക്ടർ. ഈ ചെറിയ സെക്ടറിനെ വിളിക്കുന്നതാണ് എന്ത്, മൈനർ സെക്ടർ. മൈനർ സെക്ടർ. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് സെക്ടർ എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് സെഗ്മെന്റ്. സെക്ടർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെഗ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. സെക്ടറും സെഗ്മെന്റും തമ്മിൽ ചെറിയ വ്യത്യാസമാണ്. സെക്ടർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ ഒരു ആർക്കും ഈ 2 പോയിന്റിൽ ഉണ്ടാക്കുന്ന ആർക്കും സെൻറ്ററും ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അവിടെ എന്തെന്ന് പറഞ്ഞത്, സെക്ടർ എന്ന് പറഞ്ഞതെങ്കിൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡും അതേപോലെ ആർക്കും കൂടെ കണക്ട് ചെയ്തുണ്ടാക്കുന്നത്. ഈ 2 പോയിന്റിലുള്ള കോഡ് ഉണ്ടല്ലോ, ആ കോഡും ഈ ആർക്കും കൂടെ ഉള്ള പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഷെയ്ഡഡ് പോർഷനെ പറയുന്നതാണ് എന്ത്, സെഗ്മെന്റ് എന്നുള്ളത്. ഇനി സെക്ടറിന് നമുക്ക് എന്തുണ്ട്, മേജർ സെക്ടറും മൈനർ സെക്ടറും ഉള്ളതുപോലെ സെഗ്മെന്റിന് നമുക്ക് എന്ത് പറയാം, മേജർ സെഗ്മെന്റ് എന്നും, കണ്ടോ വലിയ പോർഷനെ മേജർ സെഗ്മെന്റ് എന്നും ചെറിയ പോർഷനെ മൈനർ സെഗ്മെന്റ് എന്നും നമുക്ക്
വിളിക്കാൻ സാധിക്കും. വേറൊന്നല്ല, ഒരേ കോഡ് തന്നെ എന്ത് ചെയ്യാണ്, രണ്ടായിട്ട് കട്ട് ചെയ്യാണ്. അതിൽ വലിയ പോർഷനെ നമ്മൾ മേജർ സെഗ്മെന്റ് എന്നും ചെറിയ പോർഷനെ മൈനർ സെഗ്മെന്റ് എന്നും. അപ്പം സെക്ടറും സെഗ്മെന്റും മാറരുത്. സെക്ടർ എന്ന് പറയുമ്പോൾ എവിടെയാണ് ഉണ്ടാക്കുന്നത്, ആ ഒരു ആർക്ക് നമ്മുടെ റേഡിയസും ആയിട്ട് ഉപയോഗിച്ചിട്ട് സെന്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന, സെന്ററൊക്കെ ആയിട്ട് ഒരു ഷേപ്പ് ഫോം ചെയ്യുന്നത്. എന്നാൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്കും നമ്മുടെ കോഡും കൂടെ ഉണ്ടാക്കുന്ന ആ ഒരു ഏരിയ പോർഷൻ ആണ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടാൻജന്റ്. ടാൻജന്റ് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കാണുന്ന ആളായിരിക്കും അല്ലെ, ടാൻജന്റ് എന്ന് പറയുന്നത്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കോഡ് എന്ന് പറയുന്നത് സർക്കിളിലുള്ള ഉള്ളിലൂടെ 2 പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ്. എന്നാൽ ഒറ്റ പോയിന്റിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിളിന്റെ പുറത്തൂടെ വരയ്ക്കുന്ന, ഒറ്റ പോയിന്റിനെ മാത്രം ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റിനെ പറയുന്ന പേരാണെന്ത്, ടാൻജന്റ് എന്നുള്ളത്. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് പുറത്തുകൂടെ വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് ടാൻജന്റ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് സീക്കൻഡ്. സീക്കൻഡും ടാൻജന്റും തമ്മിലുള്ള വ്യത്യാസം, ടാൻജന്റ് ഒറ്റ പോയിന്റിലാണെങ്കിൽ സീക്കൻഡ് സർക്കിളിന്റെ 2 പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ 2 പോയിന്റിലൂടെ ടച്ച് ചെയ്യല്ല, 2 പോയിന്റിലൂടെ കടന്നു പോകുന്ന, ചുമ്മാ തൊടുകയല്ല, അതിലൂടെ ക്രോസ് ചെയ്തു പോകുന്നതാണ്. 2 പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈൻ സെഗ്മെന്റിനെ സീക്കൻഡ് എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു കോഡിനെ നീട്ടി വരച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഉള്ളിൽ മാത്രമായിട്ട് ഈ 2 പോയിന്റിനെ കണക്ട് ചെയ്ത് ഉള്ളിലൂടെ മാത്രം വരയ്ക്കുന്നതാണെങ്കിൽ അതെന്താണ്, നമ്മുടെ കോഡാണ്. എന്നാൽ അത് പുറത്തോട്ടും കൂടെ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ അതെന്തായി, നമ്മുടെ സീക്കൻഡ് ആയി. ഒന്നും കൂടെ നോക്കിക്കുക, ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ പോയിന്റിൽ ടച്ച് ചെയ്തുകൊണ്ട് പുറത്തൂടെ വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ടാൻജന്റ്. 2 പോയിന്റിലൂടെ ക്രോസ് ചെയ്തുകൊണ്ട് ഉള്ളിലൂടെ 2 പോയിന്റിനെ ക്രോസ് ചെയ്ത് വരയ്ക്കുന്ന, നീട്ടി വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് എന്താണ്, സീക്കൻഡ് എന്ന് പറയാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ടേം ആണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തിയറംസ് നോക്കാൻ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടേം സബ്ടെൻഡഡ് ആംഗിൾ. ആംഗിൾ സബ്ടെൻഡഡ് ബൈ ആർക്ക്, ആംഗിൾ സബ്ടെൻഡഡ് ബൈ കോഡ്, ആംഗിൾ സബ്ടെൻഡഡ് ബൈ, അങ്ങനെ ഒരുപാട് സബ്ടെൻഡഡ് ബൈ ഉണ്ടാവും. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു കോഡ്, ഈ കോഡ് വേണമെന്നും, കോഡെന്നും പറയാം, അല്ലെങ്കിൽ ഈ ആർക്ക് എന്നും പറയാം അല്ലെ. ഇവിടെ നമുക്ക് ഈ ഒരു ആർക്ക് അല്ലെങ്കിൽ ഈ ഒരു കോഡ്, ഈ കോഡ് സർക്കിളിന്റെ 2 സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെ കുറിച്ച് നമ്മൾ പറയും. ഒന്നുകിൽ സർക്കിളിന്റെ സർക്കംഫറൻസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ, അല്ലെങ്കിൽ സർക്കിളിന്റെ സെൻട്രൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ. ഇതാണ് സർക്കിളിന്റെ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതായത് നമ്മൾ ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഈ ഒരു ആർക്ക് ഉണ്ടാക്കുന്ന 2 പോയിന്റിൽ നിന്നും ഈ സർക്കിളിന്റെ സർക്കംഫറൻസിലോട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആംഗിളിനെ പറയുന്നതാണ് ആംഗിൾ സബ്ടെൻഡഡ് ബൈ ആർക്ക് അല്ലെങ്കിൽ കോഡ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ, ഓക്കെ. അതേപോലെ നമുക്ക് എന്ത് പറയാം, ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദിസ് കോഡ് അല്ലെങ്കിൽ ആർക്ക് ഓൺ ദ സെന്റർ ഓഫ് ദ സർക്കിൾ എന്നും നമുക്ക് പറയാം. ഈ ആംഗിൾ കേട്ടോ, ഈ ആംഗിളിനെ പറയുന്നതാണ് ആംഗിൾ സബ്ടെൻഡഡ് ബൈ ആർക്ക് അല്ലെങ്കിൽ കോഡ് ഓൺ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ സർക്കിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ടേംസ്. ഇനി ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ റൂൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അല്ലെങ്കിൽ ഏത് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുന്നത് എന്നുള്ള കുറച്ച് തിയറംസ് അല്ലെങ്കിൽ റൂൾസ് നമുക്ക് നോക്കാം. അതിലെ റൂൾ നമ്പർ 1 പറയുന്നത് ഇതാണ്, ആംഗിൾ അറ്റ് ദ സെന്റർ ഈസ് ട്വൈസ് ദ ആംഗിൾ അറ്റ് ദ സർക്കംഫറൻസ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടു അല്ലെ, ഒരു ആർക്ക് അല്ലെങ്കിൽ കോഡ് എന്ത് ചെയ്യുന്നുണ്ട്, സർക്കംഫറൻസിലും സെന്ററിലും ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 2 ആംഗിളും തമ്മിലുള്ള റിലേഷൻ ആണ് റൂൾ നമ്പർ 1 പറയുന്നത്. വേറൊന്നുമല്ല, ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു കോഡ് അതിന്റെ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റ ആണെങ്കിൽ അതിന്റെ ഡബിൾ ആണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് 2θ കൊടുക്കാം.
കണ്ടോ പ്രോപ്പർട്ടി, ആംഗിൾ അറ്റ് ദ സെന്റർ ഈസ് ട്വൈസ് ദ ആംഗിൾ അറ്റ് ദ സർക്കംഫറൻസ്. സർക്കംഫറൻസിലുള്ള ആംഗിളിന്റെ ട്വൈസ് ആണ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, മറന്നു പോകരുത്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഡയമീറ്റർ ഓൺ ദ സർക്കംഫറൻസ് ഈസ് ഓൾവേസ് റൈറ്റ് ആംഗിൾ. സത്യം പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന റൂളിന്റെ ആപ്ലിക്കേഷൻ ആണ് രണ്ടാമത്തെ റൂള്. അതായത് ഡയമീറ്റർ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്നാ പറഞ്ഞത്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടു, ഒരു കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആണല്ലേ. തിരിച്ച് ചിന്തിക്കുമ്പം ഒരു കോഡ് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയാണ് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്നത്. ഒരു ഡയമീറ്ററിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, ഡയമീറ്റർ എന്താണ്? ലാർജസ്റ്റ് കോഡ് ഓൺ ദ സർക്കിൾ ആണ്. സർക്കിളിന്റെ ഏറ്റവും വലിയ കോഡാണ് എന്ത്? ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡയമീറ്റർ അവിടെ നമുക്ക് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ഡയമീറ്റർ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കണ്ടേ? സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ മക്കളെ ഇതെന്താണ്? ഈ ലീനിയർ ആയിട്ടുള്ള ഒരു ലൈൻ സെഗ്മെന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഈ ആംഗിൾ ആണ് നമ്മുടെ 180 ഡിഗ്രി അല്ലേ. അപ്പൊ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ അത് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അത് ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് തന്നെയാണ്. എന്നാലും നമുക്ക് ഡയറക്ട്ലി പറയാൻ പറ്റണം, ഒരു ഡയമീറ്റർ സർക്കിളിന്റെ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ എന്തായിരിക്കും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ആയിരിക്കും. അതായത് ഒരു സർക്കിളിന്റെ ഡയമീറ്ററിനെയും അതേപോലെ തന്നെ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി, അതായത് മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കാം. ആംഗിൾസ് സബ്റ്റൻഡഡ് ബൈ സെയിം ആർക്ക് ഓർ കോഡ് അറ്റ് ദ സർക്കംഫറൻസസ് ആർ ഈക്വൽ. ഒരേ ആർക്ക് അല്ലെങ്കിൽ കോഡ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ആർക്ക് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ആർക്ക് സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഈ ആംഗിൾ ആണല്ലേ, ഇങ്ങനെ ഒരു ആംഗിൾ. ഈ ആംഗിൾ എന്തിന് ഈക്വൽ ആയിരിക്കണം? ഇതാ നമ്മൾ സർക്കംഫറൻസിന്റെ വേറൊരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടോ. ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ ഒരുപാട് ആംഗിൾസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെ വരച്ചു കഴിഞ്ഞാലും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, സെയിം ആയിട്ടുള്ള സൈഡിൽ കണ്ടോ, ആർക്കിന്റെ ഒരേ വശത്തിലാണ്, ആർക്കിന്റെ ഒരു സൈഡിലുള്ള സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് തീറ്റയാണെങ്കിൽ ഇതും എന്തായിരിക്കും? തീറ്റയായിരിക്കും. ഇതും തീറ്റയായിരിക്കും. ഇതും തീറ്റയായിരിക്കും. ഇതും തീറ്റയായിരിക്കും. ഇൻ കേസ് നിങ്ങൾ ഇവിടേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീറ്റ എന്ന് പറയരുത്, അതാവൂല. ഓക്കെ, ഒരേ സൈഡിൽ വരുന്ന ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ആർക്ക്, അതിന്റെ അല്ലെങ്കിൽ പറയാം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നോ അങ്ങനെ എന്ത് പറയാം. ഇനി അതല്ല ഞാനിപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിലും ഓക്കെ ആണേ, ഇവരൊക്കെ ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ആർക്ക് അല്ലെങ്കിൽ ഒരു കോഡ് അതിൻ്റെ ഒരേ വശത്ത് വരുന്ന സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതാണ് നമുക്ക് അടുത്ത പ്രോപ്പർട്ടി ആയിട്ടുള്ളത്. സോ അടുത്തത് നോക്കാവേ, റൂൾ നമ്പർ 4. റൂൾ നമ്പർ 4 പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ ആർ സപ്ലിമെന്ററി ആംഗിൾസ് എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടെ നോക്കാനുണ്ട്. എന്താണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ, എന്താണ് സപ്ലിമെന്ററി ആംഗിൾസ്? ആദ്യം നമുക്ക് സപ്ലിമെന്ററി ആംഗിൾസ് പറയാം. രണ്ട് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയുന്നത്. അതായത് ഇഫ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 180 ദെൻ എ ആൻഡ് ബി ആർ കോൾഡ് സപ്ലിമെന്ററി ആംഗിൾസ്. സപ്ലിമെന്ററി ആംഗിൾസ്. ഇനി എന്താണ് സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് വെച്ചാൽ, ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 വശങ്ങളുള്ള ഒരു എന്താണ് ജിയോമെട്രിക്കൽ ഷേപ്പ് ആണ് അല്ലെ, ഒരു ഷേപ്പിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു പോളിഗണിനെയാണ് ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത്. സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ഉള്ളിൽ നമ്മൾ വരയ്ക്കുന്ന ക്വാഡ്രിലേറ്റർ, ഒരു സർക്കിളിന്റെ ഉള്ളിൽ വരയ്ക്കുന്ന. അപ്പൊ ഒരു സർക്കിൾ ഇതാണെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ അതിന്റെ സർക്കംഫറൻസിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കണേ. വെറുതെ വരച്ചാൽ പോരാ, അതിന്റെ സർക്കംഫറൻസിനെ ടച്ച് ചെയ്തുകൊണ്ട്. അല്ലാതെ ഇപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ഉള്ളിലല്ല.
സർക്കിളിന്റെ സർക്കംഫറൻസിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിളിന്റെ ഉള്ളിൽ വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ റൂൾ എന്താന്ന് നോക്കാം. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. അഥവാ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ആയിരിക്കും എന്നാണ്. ഇതാണ് ഫിഗർ എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിള് എയും ഈ ആംഗിള് ബിയും ഇത് സിയും ഇത് ഡിയും കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എയും സിയും ബിയും ഡിയും ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ പ്ലസ് സി എന്തായിരിക്കും? എയും സിയും സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. എ പ്ലസ് സി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ബി പ്ലസ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും സപ്ലിമെന്ററി ആംഗിൾസ് ആയിരിക്കും. അതിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് റൂൾ നമുക്ക് നോക്കാം. റൂൾ നമ്പർ 5 എന്ന് പറയുന്നത് ടാൻജന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർക്കിളിന്റെ പുറത്ത് ഏതെങ്കിലും ഒരു പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ്. ആ ലൈൻ സെഗ്മെന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും റേഡിയസ്, അല്ലെങ്കിൽ ടാൻജന്റ് എന്തായിരിക്കും? റേഡിയസിന് പെർപെൻഡിക്കുലർ. വേറൊന്നും അല്ല. ഇപ്പൊ നമുക്ക് ഇതാണ് ടാൻജന്റ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു സർക്കംഫറൻസിലോട്ട് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ്. അപ്പം നമ്മൾ ആ സർക്കംഫറൻസിലോട്ട് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഈ ടാൻജന്റിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഉണ്ടല്ലോ, ടാൻജന്റ് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യല്ലേ, ആ പോയിന്റിലോട്ട് ടച്ച് ചെയ്തുകൊണ്ട് ഞാനൊരു റേഡിയസ് വരച്ചാൽ ആ റേഡിയസ് എന്തായിരിക്കും? ഈ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഒന്നുകൂടെ പറയാം. നമ്മുടെ ടാൻജന്റ് കടന്നു പോകുന്ന പോയിന്റിലോട്ട് സർക്കിളിന്റെ സെന്ററിൽ നിന്നും വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് അഥവാ റേഡിയസ് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ളതാണ് റൂൾ നമ്പർ 5 പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കേ. റൂൾ നമ്പർ 6 പറയുന്നത് ടാൻജൻസ് ഡ്രോൺ ഫ്രം സെയിം പോയിന്റ് ടു ദ സർക്കിൾ ആർ ഈക്വൽ ഇൻ ലെങ്ത്. ഒരേ പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സർക്കംഫറൻസിലോട്ട് നമ്മൾ ടാൻജൻസ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റിന്റെ ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ സർക്കിളിൽ നമ്മളിവിടെ എക്സ്റ്റേണലി പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ത് ചെയ്യാണ്? ഇവിടേക്ക് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ഒന്നുകിൽ ഈ ഡയറക്ഷനിൽ ഇവിടെ ഈ ഒരു പോയിന്റിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക്, രണ്ടെണ്ണേ വരയ്ക്കാൻ പറ്റുള്ളൂ. ആ രണ്ട് ടാൻജന്റിന്റെയും ലെങ്ത് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അടുത്ത തിയറം പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാം. അതായത് നമ്മുടെ RRB റെഗുലർ ബാച്ച് നമ്മൾ അടുത്ത വർഷം, അതായത് 2026 NTPC അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന RRB റെഗുലർ ബാച്ച് നമ്മൾ ഓഗസ്റ്റ് 11 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഫീസ് വരുന്നത് 3,999 ആണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൽ ജോയിൻ ചെയ്യേണ്ട ഗൂഗിൾ ഫോമും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. സോ നമുക്ക് അടുത്ത റൂളിലോട്ട് കടക്കാം. അതായത് അടുത്ത റൂളിലോട്ട് കടക്കുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളും കൂടെ നേരത്തെ പഠിച്ചതിന്റെ കുറച്ച് ബാലൻസും കൂടെ പഠിക്കാനുണ്ട്. അതായത് നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന രണ്ട് ടാൻജന്റും ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഈ ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സെന്ററിൽ നിന്ന് ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചാൽ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? ഈ രണ്ട് ആംഗിളും, ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതേപോലെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഈ റേഡിയസും കൂടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? ഈ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? രണ്ട് ട്രയാങ്കിളും ഈക്വൽ അല്ലെങ്കിൽ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആയിരിക്കും. രണ്ടും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആണെന്ന് പറയാൻ കാരണമുണ്ട്. നമുക്ക് ഈ ഇത് റേഡിയസ് ആണല്ലേ, അപ്പൊ ഈ ലെങ്ത്തും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ട് ടാൻജന്റ് ആണ്, രണ്ടും ഒരേ പോയിന്റ് നിന്ന് വരുന്ന ടാൻജന്റ് ആയതുകൊണ്ട് ഈക്വൽ ആണ്. പിന്നെ മൂന്നാമത്തെ സൈഡ് എന്താണ്? കോമണും ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആംഗിളും നമുക്ക് ഈക്വൽ ആയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആൻഡ് ഓൾസോ നമുക്ക് മൂന്നാമത്തെ ആംഗിളിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതെന്തായിരിക്കും? ഒരു റൈറ്റ് ആംഗിൾ ആയിരിക്കും അല്ലേ? ഈ രണ്ട് ആംഗിളും റൈറ്റ് ആംഗിളും കൂടെ ആയിരിക്കും. ഇവിടെ ടച്ച് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം.
അത് നമ്മൾ പഠിച്ചു അല്ലേ? അതായത് സെൻട്രലിൽ നിന്നും ടാൻജന്റിലോട്ട് വരയ്ക്കുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ റൈറ്റ് ആംഗിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്കിവിടെ ഫോം ചെയ്യാൻ പറ്റും. ഇത് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിലോട്ട് വരെ, നിങ്ങളത് ആ സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ചോദിക്കുന്നില്ല, നിങ്ങൾക്കത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫിഗർ മൈൻഡിൽ ഉണ്ടായാൽ മതി. രണ്ടും സെയിം ആയിട്ടുള്ള ട്രയാംഗിൾ ആയിരിക്കും. ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ, ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ, ഇതും ഇതും ഈക്വൽ ആൻഡ് ഓൾസോ ദേ ആർ റൈറ്റ് ആംഗിൾസ്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് അടുത്ത റൂൾ ആയിട്ടുള്ള റൂൾ നമ്പർ 7 പോവാം. അപ്പൊ റൂൾ 7 പറയുന്നത് നോക്കാം നമുക്ക്. റൂൾ 7 പറയുന്നത് ഇതാണ്: പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ബൈസെക്ട് ദ കോഡ്. അപ്പം പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ബൈസെക്ട് ദ കോഡ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു കോഡിലോട്ട് നമ്മൾ സർക്കിളിന്റെ സെന്ററിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട്, ഇവിടെ നമുക്ക് റൈറ്റ് ആംഗിൾ കിട്ടുന്ന രീതിയിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുകയാണെങ്കിൽ, സർക്കിളിന്റെ സെന്ററിൽ നിന്നും കോഡിലോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻ സെഗ്മെന്റ് എന്ത് ചെയ്യും? ഇതിനെ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യും കോഡിനെ. അല്ലെങ്കിൽ തിരിച്ചും പറയാം കേട്ടോ. അതായത് ഇപ്പൊ കോഡിനെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് എന്താണ്? കോഡിന്റെ മിഡ് പോയിന്റ് ആണ് അല്ലെ, അതിന്റെ നടുവിലുള്ളതാണ്. അങ്ങനെ നമുക്ക് പറയാം. അതായത് സെൻട്രലിൽ നിന്നും കോഡിന്റെ മിഡ് പോയിന്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് കോഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ന് വേണമെങ്കിൽ തിരിച്ചും പറയാം. ഇതാണ് റൂൾ നമ്പർ 7 പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് റൂൾ 8 നോക്കുകയാണെങ്കിൽ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് തിയറം എന്ന് പറയും. വേറൊന്നുമല്ല, നമുക്ക് നോക്കാം കേട്ടോ. അത് ക്വസ്റ്റ്യൻ ഇതിൽ ഫിഗർ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് ഒരു കോഡ് ഉണ്ട് അല്ലേ, ആ കോഡ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇതെന്താണ്? ടാൻജന്റും ഉണ്ട്. അപ്പം ഒരു കോഡ് ടാൻജന്റിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നില്ലേ? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ ആംഗിള് എന്തിന് ഈക്വൽ ആയിരിക്കുന്ന പറയുന്നത്? ഇതേ കോഡ് ഇപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സെഗ്മെന്റിൽ, ഇവിടെ സെഗ്മെന്റ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പൊ ഈ കോഡ് ഇവിടെ ഇതൊരു സെഗ്മെന്റ് ആണ്, ഇതൊരു സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിലൂടെ ഇവിടേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആംഗിൾ, ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് ഈ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ആ ആംഗിൾ തന്നെ കോഡ് ഇതിന്റെ സർക്കിളിന്റെ സർക്കംഫറൻസിൽ ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ, അപ്പം ഇവിടെയാണ് ടാൻജന്റുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റിൽ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതാ ഇങ്ങനെയും പറയാവേ. അതായത് ഞാനിപ്പം ആംഗിൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു സെഗ്മെന്റിലല്ല, അതിന്റെ ഇപ്പുറത്തെ ഭാഗത്താന്ന് വിചാരിക്കാം. ഈ ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇതേ കോഡ് അതിന്റെ ഓപ്പോസിറ്റ് സെഗ്മെന്റ് എവിടെയാ വരിക? അത് ഇവിടെയാ വരിക. ഈ സെഗ്മെന്റിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കണം. അതേപോലെ ഇപ്പം ഇതൊരു കോഡാണ്, ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഇതൊരു കോഡല്ലടാ, ഈ ഒരു ലൈൻ സെഗ്മെന്റ് ഒരു കോഡല്ലേ. അപ്പം ഈ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഫിഗറും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നല്ലതാണ്. നോക്കിക്കേ, നമ്മൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഒരു പോയിന്റിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ടാൻജന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ഈ ആംഗിള് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളിനും ഈക്വൽ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി റൂൾ നമ്പർ 9 പറയുന്നത് ഈക്വൽ കോഡ്സ് ഈക്വൽ ആംഗിൾസ്. വേറൊന്നല്ല, ഈക്വൽ ലെങ്ത് വരുന്ന കോഡ്സ് ഉണ്ടാക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അത് എവിടെ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണെങ്കിലും. ഒന്ന് നമുക്ക് ഇപ്പം ഞാനിവിടെ ഒരു കോഡ് വരച്ചിട്ടുണ്ട്, അതിന് ഈക്വൽ ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു കോഡ് വരച്ചു എന്ന് വിചാരിക്കാം. ഇവിടെ തന്നെ വരയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. തൽക്കാലം അതിന്റെ ഓപ്പോസിറ്റ് ഒരു കോഡ് വരച്ചു. ഇനി ഈ 2 കോഡും നമുക്ക് 2 രീതിയിൽ ആംഗിൾസ് ഉണ്ടാക്കാം. ആംഗിൾ സബ്ടെൻഡഡ് വിത്ത് സെന്ററും ആവാം, അതേപോലെ തന്നെ സർക്കംഫറൻസും ആവാം. ഇനി സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെങ്കിലും ഈ 2 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇതേ 2 കോഡ്സ് അതിന്റെ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കിക്കേ. ആദ്യത്തെ കോഡ് അതിന്റെ സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാണ്. അതേ ആംഗിൾ എന്തിന് ഈക്വൽ ആണ്? രണ്ടാമത്തെ കോഡ് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന സർക്കംഫറൻസിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പം സെയിം ഈക്വൽ ആയിട്ടുള്ള കോഡ്സ് ആണെങ്കിൽ, ഈക്വൽ ലെങ്ത് വരുന്ന കേട്ടോ, ഈക്വൽ ലെങ്ത് വരുന്ന കോഡ്സ് ആണെങ്കിൽ, കോഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ അവർ സെന്ററിലാണെങ്കിലും സർക്കംഫറൻസിലാണെങ്കിലും ഉണ്ടാക്കുന്ന ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബട്ട്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് പറയുന്നത് കോഡ് സീക്വൻസ് സെഗ്മെന്റ് തിയറം. പേരൊന്നും പഠിച്ചു വെക്കണ്ട, പ്രോപ്പർട്ടി പറയാം. അതായത് 2 കോഡ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള റൂളാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്റേർണലി കട്ട് ചെയ്യുകയാണെങ്കിൽ 2 കോഡ് അത് സർക്കിളിന്റെ ഉള്ളിൽ തന്നെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ, പിന്നെ 2 കോഡിനും എന്ത് ചെയ്യാണ് പേരിടാണേ. ഒന്നാമത്തെ കോഡ് AB, രണ്ടാമത്തത് CD. ഇത് രണ്ടും കട്ട് ചെയ്യുന്ന പോയിന്റ് O എന്ന് കൊടുക്കുകയാണെങ്കിൽ റൂൾ ഇതാണ്: AO ഇൻറ്റു OB ഇസ് ഈക്വൽ ടു CO ഇൻറ്റു OD. ഇതാണ് റൂള്. ഇതേ റൂളാണ് എക്സ്റ്റേണലി കട്ട് ചെയ്യുകയാണെങ്കിലും വരുന്നത്. അതായത് ഇപ്പം എല്ലാ കോഡ്സും നമുക്ക് ഇങ്ങനെ ഉള്ളിൽ തന്നെ ക്രോസ് ചെയ്യണമെന്നില്ല. മേ ബി ഇപ്പം ഞാൻ വേറൊരു കോഡ് 2 കാണിക്കാം. ഇത് 2 കോഡാണല്ലേ, പക്ഷെ അത് ഉള്ളിൽ എന്ത് ചെയ്യുന്നില്ല, ക്രോസ് ചെയ്യുന്നില്ല. പക്ഷെ നമുക്കിത് പുറത്തോട്ട് നീട്ടി വരച്ച് കഴിഞ്ഞാൽ, അതായത് സീക്വന്റ് ആയി മാറിക്കഴിഞ്ഞാൽ, കോഡ് 2ഉം സീക്വന്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ AB എന്ന് പറയുന്ന കോഡും CD എന്ന് പറയുന്ന കോഡും പുറത്ത് O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ സെയിം ആണ്. ഇവിടെ നമ്മൾ എന്താ നോക്കിയത്? ഓന്ന് എയിലോട്ടുള്ള ലെങ്ത് OA ഇൻറ്റു ഓന്ന് ബിയിലോട്ടുള്ള ലെങ്ത് OB ഈസ് ഈക്വൽ ടു ഓന്ന് സിയിലോട്ടുള്ള ലെങ്ത് OC ഇൻറ്റു ഓന്ന് ഡിയിലോട്ടുള്ള ലെങ്ത്. അതേപോലെ തന്നെയാണ് ഇവിടെ OA, ഓന്ന് എയിലോട്ടുള്ള ലെങ്ത് OA ഇൻറ്റു അതേപോലെ OB, നോക്കിക്കേ, OB ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്? OC ഇൻറ്റു ODക്ക് ഈക്വൽ ആയിരിക്കും. ഇത് ഇൻറ്റു ഇത് ഇൻറ്റു ഇതിന് ഈക്വൽ ആയിരിക്കണം. ആൻഡ് ഇനി മൂന്നാമത്തത്, ഇതിൽ ഒന്ന് സീക്കൻറ്റും മറ്റേത് ഒരു ടാൻജൻറ്റും ആണെങ്കിൽ, ഒന്ന് സീക്കൻറ്റും ഒന്ന് ടാൻജൻറ്റും ആണെങ്കിൽ, അതായത് നമുക്ക് AB എന്ന് പറയുന്ന ഒരു കോഡ് നമ്മൾ എന്ത് ചെയ്യാണ്, നീട്ടിയിട്ട് O എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് പോവാണ്. അതേപോലെ ഇവിടെ എന്തുണ്ട്, നമുക്ക് O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് വരയ്ക്കുന്നുണ്ട്, നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുന്നുണ്ട് C എന്ന് പറയുന്ന പോയിന്റിലോട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും റൂള് സെയിം തന്നെയാണ്. ഓന്ന് എയിലോട്ടുള്ള ലെങ്ത് ഇൻറ്റു ഓന്ന് ബിയിലോട്ടുള്ള ലെങ്ത്. ഇവിടെ ഒരാളല്ലേ ഉള്ളൂ, അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. ഇത് 2 തവണ പ്രൊഡക്റ്റ് എടുത്താൽ മതി. OA ഇൻറ്റു OB ഇസ് ഈക്വൽ ടു OC സ്ക്വയർ എന്ന് പറയാൻ സാധിക്കും. ഒരുപാട് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, നോക്കി വെക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് 3ഉം ഒരു റൂളായിട്ട് തന്നെ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അതായത് എവിടെങ്കിലും 2 സീക്വന്റ് ആവട്ടെ, 2 കോഡ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു സീക്വന്റും ഒരു ടാൻജന്റും ആവട്ടെ, അത് ഏതെങ്കിലും പോയിന്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അത് കട്ട് ചെയ്യുന്നത് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ഇത് 3ഉം ഒന്ന് നോക്കി വെക്കാം. അപ്പം ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 തിയറംസ് അല്ലെങ്കിൽ റൂൾസ് റിലേറ്റഡ് ടു സർക്കിൾസ് എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, വൃത്തിയായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, സർക്കിൾസിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലത്തെ ഏതെങ്കിലും സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം. ആൻഡ് ഓൾസോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിലും അത് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.